നമുക്ക് വീണ്ടും സുനിത വില്യംസിന്റെ മടക്കയാത്രയിലേക്ക് പോകണം. ആകാംക്ഷയോടെ ലോകമാകെ ഉറ്റുനോക്കുന്നത് ആ മടങ്ങിവരവിന് തന്നെയാണ്. 9 മാസമായി ബഹിരാകാശ നിലയത്തിലായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്നതാണ്. അവർ ഇപ്പോൾ ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണിമ ചിമ്മാതെ ലോകം കാത്തിരിക്കുകയാണ്. നാസയുടെ കൺട്രോൾ സ്റ്റേഷനുമായി ദൗത്യസംഘം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എല്ലാം കൃത്യമായി തന്നെ പോവുകയാണ് എന്നതാണ്. സ്പ്ലാഷ് ഡൗണിന്റെ റൂട്ട് മാപ്പ് വിവിധ നമുക്ക് കാണാനാകുന്നുണ്ട്. ഈ ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് പുലർച്ചെ 2:15 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഈ ഡ്രാഗൺ പേടകം പ്രവേശിക്കുന്നതാണ്. അത് കൃത്യമായി നിരീക്ഷിക്കുകയാണ്. ഒരു അപകടവും കൂടാതെ അത് ആ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഫ്ലോറിഡ തീരത്തോട് ചേർന്ന കടലിലായിരിക്കും പേടകം പതിക്കുക എന്നതാണ് വിവരം. അത് വീണ്ടെടുക്കുന്നതിന്, ആ ക്യാപ്സ്യൂൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കപ്പലുകളൊക്കെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച് സജ്ജമാണ് എന്നതാണ് ഇപ്പോൾ നാസ അറിയിക്കുകയും ചെയ്യുന്നത്. സായികുമാറുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. സായികുമാർ, ഏറ്റവും നിർണായകമായ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണാവുന്ന സമയം എന്ന് നമുക്ക് പറയാം. ലോകമാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് നാസയുടെ ലൈവ് സ്ട്രീമിങ്ങിലേക്ക് തന്നെയാണ്. ഒരു പിഴവും ഇതുവരെ പറ്റിയിട്ടില്ല. ലോകം പ്രാർത്ഥനയിലാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഇതൊരു സാധാരണ മടങ്ങിവരവാണ്, ഏതൊരു ബഹിരാകാശ യാത്രികനും മടങ്ങി വരുന്നത് പോലെയാണ് എന്ന്. പക്ഷേ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇത്രയധികം കാലത്തിന് ശേഷം, വലിയ തടസ്സങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെ അത് ആകാംക്ഷയുള്ളതാണ്, ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ്. തീർച്ചയായും വിനീത, ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന രീതിയിൽ ശാസ്ത്ര നിരീക്ഷകർ അല്ലെങ്കിൽ സുനിത വില്യംസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രലോകം ഇതിനൊരു റീ എൻട്രി ഫേസ് എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച്, നാസയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ ദൗത്യം മാത്രമാണ്. അവർ എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി നടത്തിയിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊന്നും തന്നെയില്ല. എല്ലാം ഇതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും വളരെ പെർഫെക്റ്റായി തന്നെ നടന്നു എന്ന വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നാസ അറിയിക്കുന്നത്. ഇനിയിപ്പോൾ കൃത്യം 2:40, 2 മണിക്ക് ശേഷമുള്ള അതിനിർണായകമായ ആ ഒരു സമയത്തേക്കാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ എന്ന് പറയുന്ന ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്താൻ ഇനി വിനീത സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഭൂമിയിലേക്ക് എത്തുന്നതിന് 17 മണിക്കൂറാണ് നാസ കണക്ക് കൂട്ടിയിരുന്ന സമയം. അത് ഓരോ മിനിറ്റും, ഓരോ നിമിഷവും പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. അതിലുള്ള ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം, സുനിത വില്യംസ് അടക്കമുള്ള അതിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർക്ക് അതിനുള്ളിൽ വിശ്രമത്തിലുള്ള ഒരു സമയം കൂടിയായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഈ പേടകത്തിൽ അവർ തുടരുന്നത്. അല്പം മുൻപ് അവർ ഈ നാസയുമായി, അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. അവർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തു. ഫ്ലോറിഡയിലെ ഒരു ഉൾക്കടലിലേക്കാണ് ഈ പേടകം വന്ന് പതിക്കാൻ പോകുന്നത്. അവിടെ അതിസങ്കീർണമായ ചില ഘട്ടങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏകദേശം 2:41 ആ പ്രക്രിയ ആരംഭിക്കും. ഈ പേടകത്തിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെയുണ്ട്. വലിയ ചൂട് ഈ സമയത്ത് അവിടെ ഉണ്ടാകും, വലിയ പ്രക്രിയ ഉണ്ടാകും. അതൊക്കെ പരിഹരിക്കാൻ, അതിൽ നിന്നൊക്കെ ഇവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഉള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ഈ പേടകം വരുന്നത്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഇവർക്കുണ്ടാകാം. ഈ കടലിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 പേരെയും വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിനാണ് നാസ ആദ്യം ശ്രദ്ധിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കപ്പലടക്കമുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം തയ്യാറാവുകയും ചെയ്തു. എന്തായാലും നിമിഷങ്ങൾ എണ്ണി തന്നെ കാത്തു നിൽക്കുകയാണ്. വെറും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് പോയ സംഘമാണ് ഇപ്പോൾ 9 മാസം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത്. അത് മാത്രമാണ് വിനീത ഇതിലൊരു ആശങ്കയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു ഇത്രയും നാൾ സുനിത വില്യംസ് അടക്കമുള്ള ആളുകൾ ചെയ്ത്. അവരെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പോലും അവർ പറയുന്നത് ഇപ്പോൾ മടങ്ങി വരുന്നതിൽ പോലും തങ്ങൾക്ക് സങ്കടമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണത്തിന്റെ, അവസരത്തിന്റെ സാധ്യതകളുടെ വലിയൊരു ലോകം തന്നെയായിരുന്നു. പരമാവധി അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ ലോകമാകെ ആശങ്കപ്പെടുന്ന സമയത്ത് സുനിത വില്യംസ് പറഞ്ഞത് ഈ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നത് അവർക്കൊരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു. അവർ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയത്. ഞങ്ങൾക്കും സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ഈ ഓർമ്മകളെ, ഈ അനുഭവങ്ങളെ എങ്ങനെയാണ് ഞാൻ രേഖപ്പെടുത്തുക എന്നറിയില്ല എന്നതാണ് അവർ പറഞ്ഞത്. ഒരുപക്ഷെ അവർ വൈകാരികമായി പോലും ആ ബഹിരാകാശ നിലയത്തോട് വളരെ അറ്റാച്ച്ഡായി എന്നതാണ് നമുക്ക് സുനിത വില്യംസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതല്ലേ?
തീർച്ചയായും ഇതിനു മുൻപും വിനീത ഒട്ടനവധി ബഹിരാകാശ ദൗത്യമൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിലും ലോകം ഇത്രയും ആകാംക്ഷയോടെ കൗതുകത്തോടുകൂടി സുനിത വില്യംസിൻ്റെ യാത്രയെ നോക്കിക്കണ്ടത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. അവിടുത്തെ ഓരോ ചലനങ്ങളും, ഈ ഒഴിവുവേളകളിൽ അവർ അവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവർ ഇട്ട റെക്കോർഡുകൾ, അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അങ്ങനെ സുനിത വില്യംസിന് എന്തു പറ്റി എന്ന് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ലോകം വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട സമയം, പിന്നീട് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോൾ ലോകം സന്തോഷിച്ച സമയം, പിന്നീട് എങ്ങനെയാണ് ആ തിരിച്ചുവരവ് എന്ന് വളരെ കൃത്യതയോടുകൂടി നോക്കിക്കാണുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉജ്ബിൽ മോഹർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകളുടെ 1 വർഷം, അതായത് 8 ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു പോയവരാണ് 9 മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്. അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരുന്നു. പക്ഷേ ലോകം ആശങ്കയോടെ കണ്ടത് 8 ദിവസത്തെ സാധനങ്ങൾ മാത്രമാണല്ലോ അവർ കൊണ്ടുപോയതെന്ന്. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാർഗോ പേടകം വഴി അവിടേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അത്രയും പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ ചെലവഴിച്ചത്. അതൊക്കെ കൃത്യമായി അവർ നടത്തുകയും ചെയ്തു. അവിടുത്തെ ജീവിതവുമായി അവർ ഇഴചേർന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു, പുതിയ പുതിയ റെക്കോർഡുകൾ കുറിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ അല്പസമയത്തിനകം അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുകയാണ്. ഇനി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് നാസ, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. മുൻപ് നീൽ ആംസ്ട്രോങ് ഒക്കെ മടങ്ങിയെത്തുമ്പോൾ വീൽ ചെയറിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. സ്വാഭാവികമായും അവിടുത്തെ ഗ്രാവിറ്റിയിൽ ജീവിച്ച ആളുകൾക്ക് ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ നിശ്ചയദാർഢ്യത്തോടുകൂടി സുനിത വില്യംസ് വളരെ വേഗത്തിൽ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകമുള്ളത്. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി അത്ഭുതത്തോടുകൂടി അവരെ വരവേൽക്കാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ വിനീത. നമ്മൾ അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. 12:57 ആയിരിക്കുന്നു. 1:46 കൃത്യം, അതായത് ഇനി 1 മണിക്കൂറും 46 മിനിറ്റും 2:15 കൃത്യം ഈ ഡി ഓർബിറ്റ് ബേൺ ഉണ്ടാവുക.